എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് റവ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ വരും, അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ വൈകിക്കാതെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് റവ ഒരു പാനിലിട്ട് ഒന്ന് ചൂടാക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പാല് കംപ്ലീറ്റ് ആ റവയിൽ അബ്സോർബ് ആയി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയിട്ട് വല്ലാണ്ട് തിക്നെസ് കുറയ്ക്കണ്ട, ഇത്തിരി തിക്കായിട്ട് തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ റൗണ്ട്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ബോട്ടിലിന്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്യാനായിട്ട്. ഇന്ന് മാക്സിമം എത്ര റൗണ്ട് കിട്ടുമോ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന ഈ റവയുടെ മാവും കൂടെ എടുത്ത് വീണ്ടും ഒന്ന് പരത്തി വീണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ആ മാവ് തീരുന്നവരെ നമുക്ക് എടുക്കാം, അത് വേസ്റ്റ് ആയി പോവില്ല. ഇപ്പൊ ഇതാ ഞാനിതെല്ലാം നല്ല ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് തിരിച്ചു മറച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ബ്രൗൺ കളറായി വരണം രണ്ട് സൈഡും. ഇവിടെ ഞാനിപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കളറിലാണ് ഇരിക്കേണ്ടത്. ഇനി ഇതിനെ നമുക്ക് ഷുഗർ സിറപ്പിൽ ഇടണം. അതിനായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അത് ഭയങ്കരമായിട്ട് തിക്നെസ് ആവുമൊന്നും വേണ്ട. അതിലാണ് നമ്മളിത് സോക്ക് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പം എല്ലാം ഫ്രൈ ചെയ്ത ഈ കുഞ്ഞു സർക്കിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ കിടന്ന് നന്നായിട്ട് ഈ ഷുഗർ സിറപ്പ് അതിലേക്ക് അബ്സോർബ് ആവും. അപ്പോൾ കുറച്ച് സമയം അതിൽ കിടക്കണം കേട്ടോ. ഒരു മണിക്കൂറൊക്കെ കിടന്നാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ സമയമില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. ഇത് ഈ ഷുഗർ സിറപ്പ് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇടേണ്ടത്. അപ്പോൾ നിങ്ങളിത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുക. ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷുഗർ സിറപ്പ് തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക എല്ലായിടത്തും ആവുന്ന തരത്തിൽ. ഇതിപ്പോൾ ഞാൻ 1 കപ്പേ എടുത്തുള്ളൂ, വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വാട്ടറും എടുത്തത്. കുറച്ചുകൂടെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ തോനെ സിറപ്പ് ഉണ്ടാവും, പക്ഷെ അത് പിന്നെ വേസ്റ്റ് ആയി പോകും. ഇത് നിങ്ങളൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്താൽ മതി. അപ്പം അത് നന്നായിട്ട് അത് അബ്സോർബ് ആയിക്കോളും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ലൊരു റവയുടെ ജ്യൂസി സ്വീറ്റ് ആണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.